തിരിച്ചടിക്കും കരുത്തോടെ. ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷന് മുൻപിൽ വിവിധ സംഘടനകളുടെ പ്രതിഷേധം നടക്കുകയാണ്. ഗൗതമിലേക്ക് പോകുന്നു. ഗൗതം, കഴിഞ്ഞ 1 മണിക്കൂറായി പാക് ഹൈക്കമ്മീഷന് മുൻപിൽ വിവിധ സംഘടനകളും അതോടൊപ്പം തന്നെ സാധാരണക്കാരും അണിചേർന്നുള്ളൊരു പ്രതിഷേധ പരമ്പര തന്നെ നടക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പാകിസ്ഥാന്റെ നടപടിയോട് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും ഏതു രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടെ അലയടിക്കുന്നത്? രോഹിണി, ഇപ്പോൾ ഈ പ്രതിഷേധം അവസാനിച്ചു. ഏതാണ്ട് 15 മിനിറ്റ് മുൻപ് വരെ വലിയ പ്രതിഷേധം ഹൈക്കമ്മീഷന് മുന്നിലുണ്ടായിരുന്നു. ഇപ്പോൾ പ്രതിഷേധം പൂർത്തീകരിച്ച ശേഷം ആളുകളെല്ലാം തിരിച്ച് മടങ്ങിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു സംഘടനയുടെ പേരിലല്ല, വിവിധ ദേശീയ പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് മുന്നിലേക്ക് എത്തുകയും അതിന് മുന്നിൽ വ്യാപകമായ പ്രതിഷേധം രൂപപ്പെടുത്തുകയുമായിരുന്നു. കമ്മീഷന് 1 കിലോമീറ്റർ മുമ്പ് തന്നെ ഡൽഹി പോലീസും അതോടൊപ്പം തന്നെ RAFും ബാരിക്കേഡ് വെച്ച് ഈ പ്രതിഷേധക്കാരെ തടഞ്ഞു. എന്നാൽ ആദ്യത്തെ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് പിന്നീട് വീണ്ടും ഈ ഹൈക്കമ്മീഷൻ അടുത്തേക്ക് എത്തുവാനുള്ളൊരു ശ്രമം പ്രതിഷേധക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടായി. വീണ്ടും രണ്ടാമത്തെ സെറ്റ് ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധക്കാരെ തടഞ്ഞത്. രാജ്യതലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് യുവാക്കൾ ഈ പാകിസ്ഥാനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടും പാകിസ്ഥാൻ ഹൈക്കമ്മീഷന്റെ പ്രവർത്തനം പൂർണ്ണമായി ഇന്ത്യയിൽ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധിക്കുകയായിരുന്നു. ഒപ്പം കേന്ദ്ര സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചും ഇന്ത്യൻ സൈന്യത്തിന് അഭിവാദ്യം അർപ്പിച്ചുമുള്ള പ്ലക്കാർഡുകളും അതോടൊപ്പം തന്നെ പോസ്റ്ററുകളും ഒക്കെ ഉയർത്തിയാണ് ഈ പ്രതിഷേധക്കാരിന്നിപ്പോൾ ചാണക്യപുരിയിലെ പാക് ഹൈക്കമ്മീഷന് മുന്നിലേക്ക് എത്തിയത്. ഒപ്പം മറ്റൊരു വിഷയം നമുക്കറിയാം, ഇന്നലെ വൈകുന്നേരം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ, പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം ചേർന്ന് പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ ഏതാണ്ട് പൂർണ്ണമായി അത് അവസാനിപ്പിക്കുന്ന രീതിയിലുള്ള ചില നടപടികൾ സ്വീകരിച്ചിരുന്നു. പ്രത്യേകിച്ച് വാഗ അതിർത്തി അടയ്ക്കുന്നു, അതോടൊപ്പം തന്നെ സിന്ധു നദീജല കരാറും അതോടൊപ്പം വിവിധ പോഷക നദികളുമായി ബന്ധപ്പെട്ടുള്ള കരാറുകളും മരവിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പാകിസ്ഥാൻ പൗരന്മാരോട് 48 മണിക്കൂറിനകം രാജ്യം വിടാൻ പറയുകയും പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ കര, വ്യോമ, നാവികസേന ഉപദേഷ്ടാക്കൾക്കുള്ള അംഗീകാരം റദ്ദാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള വലിയ നടപടികൾ കേന്ദ്ര സർക്കാർ ഇന്നലെ വൈകിട്ട് എടുത്തിരുന്നു. അതിനാൽ തന്നെ സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ പ്രതിഷേധക്കാരെത്തിയത്. ഒപ്പം പാകിസ്ഥാന് സൈനികമായുള്ള ഒരു കനത്ത തിരിച്ചടിയും ഇനിയും നൽകണം എന്ന ആവശ്യവും കൂടി പ്രതിഷേധക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. രോഹിണി. ശരി ഗൗതം, ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷന് മുൻപിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അരങ്ങേറിയത്. ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. പഹൽഗാം ഭീകരാക്രമണത്തിനു പിന്നാലെ ജമ്മുകാശ്മീരിൽ ഭീകര പോരാട്ടം ശക്തമാക്കിയ സൈന്യം. ഉധംപൂരിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു. നിയന്ത്രണ രേഖയിൽ അതീവ ജാഗ്രത. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിൽ തെളിവ് ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ കറാച്ചി തീരത്ത് മിസൈൽ പരീക്ഷണത്തിന് അനുമതി നൽകി. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് നയതന്ത്ര തലത്തിൽ പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകുന്നതോടൊപ്പം ജമ്മു കശ്മീരിൽ ഭീകരവിരുദ്ധ നടപടികൾ സൈന്യം ശക്തമാക്കി. അതിർത്തി മേഖലകളിൽ ഏത് സാഹചര്യവും നേരിടാൻ യുദ്ധസമാനമായ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. പഞ്ചാബ്, ഹിമാചൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ സേനാ യൂണിറ്റുകൾ ജമ്മു കശ്മീരിൽ വിന്യസിച്ചു. പൂഞ്ച്, ഉധംപൂർ, ബാരാമുള്ള മേഖലകളിൽ പരിശോധനയും ഏറ്റുമുട്ടലും തുടരുകയാണ്. ബാരാമുള്ളയിൽ 2 ഭീകരരെ വധിച്ചു. ഉധംപൂരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു. ഡൽഹി, മുംബൈ ഉൾപ്പെടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും സുരക്ഷ ശക്തമാക്കി. അതേസമയം വീണ്ടും പ്രകോപനപരമായ നടപടിയുമായി പാകിസ്ഥാൻ രംഗത്തെത്തി. കറാച്ചി തീരത്ത് ഇന്നും നാളെയും മിസൈൽ പരീക്ഷണം നടത്താനാണ് തീരുമാനം. കൂടാതെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കിന് തെളിവ് നൽകണമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ ആവശ്യപ്പെട്ടു. പാകിസ്ഥാൻ ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നതായി ഭാരതം അന്താരാഷ്ട്ര തലത്തിൽ തുറന്നുകാട്ടുന്നതിന് പിറകെയാണ് പാക് വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന. ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചനയും ആയുധ പരിശീലനവും നടന്നത് പാകിസ്ഥാനിലാണെന്ന് കേന്ദ്ര ഏജൻസികൾ വ്യക്തമാക്കിയിരുന്നു. പാകിസ്ഥാന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിന് ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തി. ജനം, ഡൽഹി. ഭീകരാക്രമണം ആഘോഷിച്ച് പാകിസ്ഥാൻ എംബസി. പഹൽഗാം ഭീകരാക്രമണത്തിനു പിന്നാലെ ഡൽഹിയിൽ പാക് എംബസിയിൽ കേക്ക് മുറിച്ചായിരുന്നു ആഘോഷം. ഉദ്യോഗസ്ഥൻ കേക്കുമായി പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു.
Are you from Pak High Commission? What is this? Sir, are you from Pak High Commission? Are you from Pakistan High Commission? Where are you from, What sir? is this? What is this cake for? What is this cake for? खाली occasion बता दो। 28 लोग मरे हैं, थोड़ा सा बताइए ना, दुख है इस बात का। What is this? आप कहाँ से आए? Where are you from? बता दीजिए। आप बता दीजिए सर, कहाँ से हैं आप? പാകിസ്ഥാൻ കരസേനാ മേധാവി അസൻ മുനീറും ഒസാമ ബിൻ ലാദനും ഭീകരതയുടെ മുഖങ്ങളെന്ന് മുൻ പെന്റഗൺ ഉദ്യോഗസ്ഥൻ മൈക്കൽ റൂബിൻ. പഹൽഗാം ഭീകരാക്രമണം ആസൂത്രിതമെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ ബിൽ ക്ലിന്റന്റെ സന്ദർശന വേളയിലും സമാനമായ ആക്രമണം നടന്നിരുന്നു. JD വാൻസിന്റെ സന്ദർശന വേളയിലാണ് പഹൽഗാം ആക്രമണം ഉണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. It was shocking, but this just goes to show you that you can put lipstick on a pig, but it's still a pig. You can pretend that Pakistan isn't a terror sponsor, but it remains a terror sponsor no matter how much we try to normalize it. As for the timing, just as there was a terrorist attack when Bill Clinton went to India, so too does it seem that Pakistan wants to draw attention away from Vice President J.D. Vance's trip to India. The United States shouldn't let Pakistan get away with it, and we shouldn't pretend that this is some sort of spontaneous action. And simply put, the only reaction that the United States should take is a formal designation of Pakistan as a state sponsor of terror and a designation of Asif Munir as a terrorist. The only difference between Osama bin Laden and Asif Munir is Osama bin Laden lived in a cave and Asif Munir lives in a palace. But beyond that, the two are the same, and their end should also be the same. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഭീതിയിലാണ് അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട മലയാളികൾ. ഭീകരാക്രമണം നടക്കുമ്പോൾ പഹൽഗാമിന് തൊട്ടടുത്തുണ്ടായിരുന്ന മലയാളികളാണ് തിരിച്ച് ഡൽഹിയിലെത്തിയത്. സുരക്ഷാ സേനയുടെയും പ്രദേശവാസികളുടെയും ഇടപെടലാണ് രക്ഷപ്പെടാൻ സഹായിച്ചതെന്ന് ഡൽഹിയിലെത്തിയവർ ജനം ടിവിയോട് പ്രതികരിച്ചു. 4 വ്യൂ പോയിന്റ് കാണണേന്ന് അങ്ങനെ ഒരു സ്ഥലത്ത് നേരം വൈകിക്കൊണ്ടാണ് നടത്താനത് പോയിട്ട് ബൈസണിലായിട്ടാണ് രണ്ടാമത്തെ. അങ്ങനെ ബൈസണിക്ക് പോണ വഴിക്ക് പെട്ടെന്ന് ഞങ്ങളെ തിരിച്ചു വിളിച്ചാണ്ട് അങ്ങനെ റിട്ടേൺ പോകുമ്പോൾ അങ്ങനെ ആകെ അന്തരീക്ഷമൊക്കെ മാറി. പെട്ടെന്ന് ആർമിയും മൊത്തം അവിടെ എത്തി, വളഞ്ഞ് റോഡൊക്കെ ബ്ലോക്കായി. ഒന്നും പറയണില്ല. അപ്പോൾ ഒന്നും എന്നിട്ട് അവിടുത്തെ നാട്ടുകാരും എല്ലാവരും കൂടി ഞങ്ങളവിടെ വേഗം പുറത്തെത്തിക്കാനുള്ളതിലൊന്ന് കാണിച്ചിരുന്നത്. ഞങ്ങൾ തിരിച്ച് പാർക്കിങ്ങിലെത്തി ഞങ്ങളെ വണ്ടിയിൽ പോണ വഴിക്കാണ് ഗൈഡ് പറഞ്ഞത് ഇവിടെ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്, ഒരു 5 ആൾക്കായിട്ട് പരിക്ക് പറ്റി അങ്ങനെയെന്ന് പറഞ്ഞത്. അപ്പോഴാണ് എല്ലാവരും നല്ല ഒരു ഇതിലാണ് പോയിരുന്നത്. മിലിറ്ററിക്കാർ നല്ല ഒരു ഇതായിരുന്നു. ട്രാഫിക്കൊക്കെ ഒഴിവാക്കിയിട്ട് ഫുള്ള് മിലിറ്ററി വളഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെലികോപ്റ്ററൊക്കെ കുറേ പോയിരുന്നു. തിരിച്ച് വന്നാൽ ഞങ്ങൾ അന്ന് പിറ്റേ ദിവസം പുലർച്ചെ തന്നെ നാട്ടിലേക്ക് തിരിച്ച്. പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മൃതദേഹം നാളെ സംസ്കരിക്കും. നിലവിൽ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മൃതദേഹം. നാളെ രാവിലെ പൊതുദർശനവും ഉണ്ടാകും. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊച്ചി ഇടപ്പള്ളി സ്വദേശി N രാമചന്ദ്രന്റെ മൃതശരീരം നാളെ ഉച്ചയോടെ ഇടപ്പള്ളി ശ്മശാനത്തിൽ സംസ്കരിക്കും. നാളെ രാവിലെ 7 മുതൽ 9 വരെ ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനം. പിന്നീട് വീട്ടിലെത്തിക്കുന്ന മൃതദേഹം ഉച്ചയ്ക്ക് 12-ന് ഇടപ്പള്ളി പൊതുശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും. ഇന്നലെ കൊച്ചി വിമാനത്താവളത്തിലെത്തിച്ച മൃതശരീരം കേന്ദ്ര സഹമന്ത്രിമാരായ ജോർജ് കുര്യൻ, സുരേഷ് ഗോപി, സംസ്ഥാന സർക്കാർ പ്രതിനിധിയായി മന്ത്രി P പ്രസാദ്, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവർ ചേർന്ന് ഏറ്റുവാങ്ങി. നിലവിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മൃതശരീരം. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെയാണ് രാമചന്ദ്രനും കുടുംബവും കശ്മീരിലേക്ക് പോയത്. വിനോദയാത്രയ്ക്കിടെ പഹൽഗാമിൽ വെച്ചായിരുന്നു രാമചന്ദ്രൻ വെടിയേറ്റു വീണത്. മകളുടെയും ചെറുമക്കളുടെയും കൺമുന്നിൽ വെച്ചായിരുന്നു വെടിയേറ്റത്. ഈ സമയം ഭാര്യ ഷീല വാഹനത്തിലിരിക്കുകയായിരുന്നു. 1970 കാലഘട്ടം മുതൽ സംഘപ്രവർത്തകനായിരുന്ന രാമചന്ദ്രൻ 91-ൽ ജില്ലാ കൗൺസിലിലേക്ക് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തിരുന്നു. ജനം, കൊച്ചി. കൂട്ടക്കൊലയുടെ ഭീകരത പങ്കുവച്ച് പഹൽഗാമിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മകൾ ആരതി അക്രമികൾ കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടു. അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഭീകരർ നിറയൊഴിച്ചു. 2 ഭീകരരെയാണ് താൻ കണ്ടതെന്നും ആരതി മാധ്യമങ്ങളോട് പറഞ്ഞു. മക്കൾ കരഞ്ഞപ്പോഴാണ് അക്രമികൾ തന്നെ വെറുതെ വിട്ടതെന്നും അവർ പറഞ്ഞു. ഫോറസ്റ്റ് ത്രൂ ഔട്ട് ഫോറസ്റ്റിൻ്റെ നടുവിൽ ഒരു ഗ്രാസ് ലാൻഡ് പോലത്തെ ഏരിയ ആണ്. അവിടെ വന്നപ്പോഴേക്കും ഒരു ടെററിസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി വന്നു. അയാൾ ഒരു
അയാളാദ്യം ഷൂട്ട് ചെയ്തപ്പോഴേക്കും എല്ലാവരും ഒന്ന് ഫ്രോസൺ ആവുമല്ലോ ഇയാളെ കണ്ടിട്ട്. അപ്പോൾ അയാൾ അപ്പം പല ഗ്രൂപ്പ്, ഞാൻ അച്ഛൻ മക്കൾ ഒരെണ്ണം വേറെ ആൾക്കാർ അങ്ങനെ അയാൾ ഓരോ ഗ്രൂപ്പിൻ്റെ അടുത്ത് പോയി എന്തോ ചോദിക്കേണ്ടായിരുന്നു, ഷൂട്ട് ചെയ്യും, മറ്റേ ഗ്രൂപ്പിൻ്റെ അടുത്ത് ഷൂട്ട് ചെയ്യും. അപ്പം നമ്മളെല്ലാവരും നമ്മളോട് കിടക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ കിടക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് അയാൾ ഒരു വേർഡാണ് ചോദിച്ചത്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അല്ലായിരിക്കും, കലീമ അങ്ങനെ അത് 2 പ്രാവശ്യമേ ചോദിച്ചുള്ളൂ. അപ്പം നമുക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പം തന്നെ അച്ഛനെ ഷൂട്ട് ചെയ്തു എൻ്റെ മുമ്പിൽ വെച്ചു. അപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ്ലി അച്ഛനെ ഹഗ് ചെയ്യുമല്ലോ. അപ്പോൾ ഹഗ് ചെയ്തു. അപ്പോൾ എൻ്റെ തലയിൽ അത് ഇങ്ങനെ പോക്ക് ചെയ്ത പോലെ വച്ചിട്ട് പിള്ളേർ സ്ക്രീമിങ് ആൻഡ് ക്രൈയിങ് ആയിരുന്നു. അപ്പോൾ അയാൾ അത് എൻ്റെ തലയിൽ നിന്ന് എടുത്തിട്ട് ഹി വോക്ക്ഡ് ഓഫ്. പിന്നെ ഞാൻ അവിടെ വേറെ എൻ്റെ അച്ഛൻ ഇമ്മീഡിയറ്റ്ലി ഡെഡ് ആണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് അച്ഛൻ്റെ ബ്ലീഡിങ് മാറ്റം എന്തെങ്കിലും വെച്ചിട്ട് കൊണ്ടുപോകും അങ്ങനെയൊന്നും എനിക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് ഇമ്മീഡിയറ്റ്ലി അവിടെ നിന്ന് ആ കാട്ടിക്കൂടെ താഴേക്ക് ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. ആൻഡ് വി എസ്കേപ്ഡ്. ലൈക്ക് 1 hour റൺ ചെയ്തു. എന്നിട്ട് വി എസ്കേപ്ഡ് ഫ്രം ദർ. ഭീകരാക്രമണം ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാട് തള്ളി കെ മുരളീധരൻ. പഹൽഗാമിലുണ്ടായത് രാജ്യത്തിനെതിരെയുള്ള ആക്രമണമാണെന്നും രാജ്യം ഒന്നടങ്കം എതിർക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. മതത്തിന്റെ പേരിൽ രാജ്യത്ത് ഭിന്നതയുണ്ടാക്കാനാണോ മതം ചോദിച്ച ആക്രമണം നടത്തിയതെന്നും അദ്ദേഹം ചോദിച്ചു. രാജ്യത്തെ ഇതിൽ വീഴ്ത്താനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നടത്തിയ ഗൂഢാലോചനയായിട്ടാണ് കോൺഗ്രസ് പാർട്ടി ഇതിനെ കാണുന്നത്. അതായത് മതപരമായിട്ടുള്ള ചേരിതിരിവുണ്ടാക്കി ഇന്ത്യയെ ഭിന്നിപ്പിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഒരു വിഭാഗത്തിൻ്റെ മതം ചോദിച്ചുകൊണ്ട് അവരെ കൊന്നത്. പക്ഷേ ഇന്ത്യ അതിനൊരിക്കലും ആ ട്രാപ്പിൽ വിടില്ല. ഇന്ത്യക്കാരെ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കാൻ കഴിയില്ല. അതാണ് ഇന്ന് ഇന്ത്യ നൽകുന്ന സന്ദേശം. പഹൽഗാം ഭീകരാക്രമണത്തിൽ വിവാദ പ്രസ്താവന നടത്തിയ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ ശക്തമായി വിമർശിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. എന്തിനാണ് ഇവർ പാകിസ്ഥാൻ ഭീകരരെ ന്യായീകരിക്കുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. തെറ്റാണെന്ന് മനസ്സിലാക്കി ഭീകരവാദത്തെ ഒറ്റക്കെട്ടായി എതിർത്ത് മുന്നോട്ടു പോകുകയാണ് വേണ്ടത്. അതിൽ പ്രീണന രാഷ്ട്രീയം കലർത്തരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഭീകരവാദികൾ വന്ന് മതം ചോദിച്ച് ഒരു നിരപരാധിയായ സാധാരണക്കാർ അവിടെ സഞ്ചരിക്കാൻ പോകുന്ന കുടുംബത്തിൻ്റെ പോകുന്ന ഇന്നസെന്റ് വിക്ടിംസിനെ തന്നെ ക്രൂരമായി കൊന്നത് നമ്മൾ കാണും. അതുകൊണ്ട് അത് എങ്ങനെ നടന്നു, എന്തുകൊണ്ട് നടന്നു, അതെല്ലാം നോക്കും. അല്ല, ഇതെല്ലാം MA ബേബി CPIയുടെ കമന്റും പിന്നെ സതീശൻജിന്റെ കമന്റും പിന്നെ കോൺഗ്രസിന്റെ റോബർട്ട് വാഡ്ര ഇത് പറയുമ്പോൾ ഈ പാകിസ്ഥാനി ഭീകരവാദി ഇവിടെ വന്ന് ക്രൂരമായിട്ട് ഇന്ത്യൻ സിറ്റിസൻസിനെ കൊല്ലുമ്പോൾ അവർ എന്തിനാണ് ഇതിന് ചാടിത്തുള്ളി ന്യായീകരിക്കുന്നത്? അവരെന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ എന്തുകൊണ്ട് പാകിസ്ഥാൻ എന്ന് വന്ന ടെററിസ്റ്റിനെ ഡിഫെൻഡ് ചെയ്യാൻ ഇറങ്ങുന്നത്? എന്താണ് അവരുടെ മോട്ടിവേഷൻ? എനിക്ക് മനസ്സിലാവുന്നില്ല. പാവം എന്ന് പറഞ്ഞാൽ നിരപരാധിയായ ഇന്നസെന്റ് വിക്ടിം സഞ്ചാരിക്കാൻ പോകുന്ന കുടുംബത്തിന് കൂടെ പോയ ഇന്ത്യൻസിനെ മതം ചോദിച്ച് കൊല്ലുമ്പോൾ ഇവര് വാഡ്രയും സതീശൻജിയും ബേബിജിയും എന്തിനാണ് ഇങ്ങനെ ന്യായീകരിക്കുന്നത്? അവരെ ഡിഫെൻഡ് ചെയ്യാൻ ഇവരെന്തിനാണ് ചാടിത്തുള്ളി ഇറങ്ങുന്നത്? അത് അവരോട് ചോദിക്കണം. ഭീകരർക്ക് മുന്നറിയിപ്പ് നൽകി പ്രധാനമന്ത്രി. ഭാരതത്തിന്റെ ആത്മാവിനെ തകർക്കാൻ ഭീകരതയ്ക്കാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ബീഹാറിലെ മധുബാനിയിൽ ദേശീയ പഞ്ചായത്ത് രാജ് ദിന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഏറ്റവും ശക്തമായ ഭാഷയിലുള്ള മുന്നറിയിപ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും ഭീകരർക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ രാജ്യം കണ്ട ഏറ്റവും വലിയൊരു ഭീകരവേട്ടയായി ഇത് പരിണമിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അതിശക്തമായൊരു ഭീകരവേട്ടയിലേക്ക് തന്നെയാണ് ഭാരതം പോകുന്നത് എന്ന കൃത്യമായ സൂചന തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. വളരെ കൃത്യമായൊരു സൂചന അല്ലെങ്കിൽ കൃത്യമായൊരു മുന്നറിയിപ്പ് തന്നെയാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ കൃത്യമായി മലയാള ഭാഷയിൽ കൃത്യമായി പറയുകയാണെങ്കിൽ പാകിസ്ഥാൻ ഭീകരർക്ക് അവർ ചിന്തിക്കുന്നതിലപ്പുറമുള്ള പ്രതിഫലം ലഭിക്കും. ഭീകരരുടെ താവളങ്ങളെല്ലാം തന്നെ മണ്ണടിയുന്ന കാലം അടുത്തിരിക്കുന്നു. ഇവിടെ നിന്ന് ഞാൻ ലോകത്തോട് പറയുന്നു, എല്ലാ ഭീകരരെയും കണ്ടെത്തി പിന്തുടർ
പിന്തുടർന്ന് ശിക്ഷിക്കും. ഇന്ത്യയുടെ ആത്മാവിനെ തകർക്കാൻ ഭീകരതയ്ക്കാവില്ല എന്ന വാക്കുകളാണ് പ്രധാനമന്ത്രി വളരെ കൃത്യമായി തൻ്റെ ഒരു പൊതുപരിപാടിക്കിടെ അവസാന ഘട്ടത്തിൽ വളരെ കൃത്യമായ ഭാഷയിൽ അദ്ദേഹം പറയുകയും ചെയ്തത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ തന്നെ പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ചില സൂചനകളെല്ലാം തന്നെ നൽകിയിരുന്നുവെങ്കിൽ കൂടി, ഈ പ്രഭാഷണം ആരംഭിക്കുന്നതിന് മുൻപ് ചില സൂചനകളെല്ലാം തന്നെ നൽകിയിരുന്നുവെങ്കിൽ കൂടി ഈ പ്രഭാഷണത്തിൻ്റെ അവസാനം കൃത്യമായ ഭാഷയിൽ, ശക്തമായ ഭാഷയിൽ അദ്ദേഹം ഭാരതത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. ഓരോ തീവ്രവാദിയെയും പിന്തുടർന്ന് പിടികൂടി അവർ ചിന്തിക്കുന്നതിനപ്പുറമുള്ള ശിക്ഷ അവർക്ക് ലഭ്യമാക്കുമെന്ന കൃത്യമായൊരു സൂചന നൽകുന്നതിൽ വളരെ കൃത്യമായി നമുക്ക് വായിച്ചെടുക്കാവുന്ന വസ്തുതകളുണ്ട്. കടുത്ത ഒരു ഭീകരവേട്ടയിലേക്ക് തന്നെ, അല്ലെങ്കിൽ ഭാരതം ഇന്നുവരെ ദൃക്സാക്ഷിയായ, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ജനത ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു ഭീകരവേട്ടയിലേക്ക് ഭാരതം പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊരു പക്ഷേ ഭാരതത്തിനകത്തുള്ള ഭീകരരെ കണ്ടെത്തി ശിക്ഷിക്കുന്നതുമായിരിക്കാം, അല്ലെങ്കിൽ നേരത്തെ നമുക്കറിയാവുന്നതുപോലെ പാകിസ്ഥാനിലും അതുപോലെ തന്നെ ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലുള്ള രാജ്യങ്ങളിൽ ഒളിച്ചിരിക്കുന്നവരെ എല്ലാം തന്നെ കണ്ടെത്തി ശിക്ഷിക്കുന്നതിനുള്ള നീക്കം തന്നെയായിരിക്കുമെന്ന് തന്നെയാണ് നിരീക്ഷിക്കപ്പെടുന്നത്. എന്തു തന്നെയായാലും വളരെ കൃത്യമായ വാക്കുകളിൽ പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതായത് ഭീകരരെ ഒരാളെയും വിടില്ല, ഈ ആക്രമണം നടത്തിയവരെയും അതിന് ആസൂത്രണം ചെയ്തവരെ ആരും വിടില്ല, അതിന് ഗൂഢാലോചന നടത്തിയവരെ ആരെയും വിടില്ല, അവരെ പിന്തുടരുകയും കണ്ടെത്തുകയും ശിക്ഷിക്കുകയും ചെയ്യും. ഒറ്റ ഭീകരരെയും ശിക്ഷിക്കാതെ വിടുകയില്ല. മാത്രമല്ല, ഭാരതത്തെ തകർക്കാൻ ഇത്തരം ഭീകരപ്രവർത്തനങ്ങൾക്കാവില്ല എന്നും വളരെ കൃത്യമായ ഭാഷയിൽ വ്യക്തമായി തന്നെ പ്രധാനമന്ത്രി പറയുകയും ചെയ്തിരിക്കുന്നു എന്നത് ഒരു വലിയ മുന്നറിയിപ്പായി തന്നെ, അല്ലെങ്കിൽ കൃത്യമായ മുന്നറിയിപ്പായി തന്നെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇന്നലെ നയതന്ത്ര തലത്തിലുണ്ടായ ശക്തമായൊരു പ്രതികരണത്തിന് പിന്നാലെ കൃത്യമായൊരു പ്രതികരണം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നത് രാജ്യം കണ്ട, അല്ലെങ്കിൽ ഇന്ന് വരെ ഭാരതം കണ്ട ഏറ്റവും ശക്തമായ ഒരു ഭീകരവേട്ടയ്ക്ക് രാജ്യം ഒരുങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ്. തീർച്ചയായും ഐസൻ സൂചിപ്പിച്ചതുപോലെ ശക്തമായ ഒരു താക്കീത് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം ഏത് രീതിയിലായിരിക്കും കടന്നാക്രമണം എന്നുള്ളത്. അത് ചരിത്രത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. 2016 ഉറി സർജിക്കൽ സ്ട്രൈക്കും 2019 ബലാക്കോട്ട് എയർ സ്ട്രൈക്കുമൊക്കെ എത്തരത്തിലാണ് ഈ ഭീകരവാദികളെ തച്ചുടച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇവിടെ നിരപരാധികളായ 26 പേരുടെ ജീവൻ എടുത്തതിന് തക്കതായ ശിക്ഷ തന്നെ ഭാരതം നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. ഈ ശക്തമായ വാക്കുകളിലൂടെ അത് പ്രതിഫലിക്കുകയല്ലേ? രോഹിണി കാര്യം പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇതുവരെ നമ്മൾ പ്രധാനമന്ത്രിയുടെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒന്നും കേൾക്കാത്തത്രയും ആർജവത്തോടെ അതിശക്തമായ ഭാഷയിൽ അദ്ദേഹം പറയുന്നത് ഈ കാര്യം തന്നെയാണ്. വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നത് ഭീകരരുടെ താവളങ്ങൾ തകർന്ന് മണ്ണടിയുന്ന കാലം എത്തിയിരിക്കുന്നു എന്നാണ്. തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ 2 സർജിക്കൽ സ്ട്രൈക്കുകളുടെയും ബലാക്കോട്ട് ആക്രമണത്തിന് ശേഷമുണ്ടായ നടപടികളുടെയും എല്ലാം സ്വഭാവം ഇത്തരത്തിലുള്ള ഭീകര താവളങ്ങളെ തകർന്നടിയാനുള്ള വഴിയൊരുക്കുക എന്നത് തന്നെയാണ്. അത്തരത്തിൽ ഭീകര താവളങ്ങളെ തകർത്തെറിയാനുള്ള നീക്കം കൃത്യമായി നടത്തുമെന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ തീർച്ചയായും വായിച്ചെടുക്കേണ്ടത് നേരത്തെ നമ്മൾ അനുഭവിച്ച, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ള തരത്തിലുള്ള ആക്രമണങ്ങൾ, സർജിക്കൽ സ്ട്രൈക്കിന് സമാനമായ ആക്രമണങ്ങളും അല്ലാതെയുമുള്ള ഭാരതത്തിനകത്തുള്ളവരെ പിന്തുടർന്നെത്തി കർശനമായ നടപടി സ്വീകരിക്കുക എന്ന നീക്കവും എല്ലാം തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും നമുക്ക് ഒരു വാക്ക് എടുത്തു പറയാവുന്നതാണ്, ഭാരതത്തിൽ ഭീകരതയുടെ അവസാന കാലഘട്ടം ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറയുന്നത്. ഭീകരത ഇനി ഭാരതത്തെ വേട്ടയാടില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള നീക്കങ്ങൾ കൃത്യമായും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഒരു പൊതുവേദിയിൽ തന്നെ വളരെ കൃത്യമായി പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു എന്നത് നൽകുന്ന സന്ദേശം മറ്റൊന്നുമല്ല, ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി തന്നെ ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. അതുമാത്രമല്ല ഐസൺ, നമുക്കറിയാം ഭീകരവാദത്തിനെതിരെ ഏതു രീതിയിലുള്ള പോരാട്ടമാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഭാരതം നടത്തുന്നത് എന്നുള്ളത്. ശക്തമായ താക്കീതും നിലപാടുമായി ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ ഭീകരവാദത്തിനെതിരായ തങ്ങളുടെ നിലപാട് എപ്രകാരമാണ് എന്നുള്ളത് എല്ലായിടത്തും പ്രധാനമന്ത്രി അത് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് മുന്നേറിയിട്ടുള്ളത്. അവിടെയും പരമപ്രധാനമായി പ്രധാനമന്ത്രി ആവർത്തിക്കുന്നത് തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ ഭീകരതയ്ക്കെതിരായ കനത്ത പോരാട്ടം ഒരു ഭാഗത്ത് ആശയങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ 26 നിരപരാധികളെ കൊന്നൊടുക്കിയത്. അതും മതം ചോദിച്ചുകൊണ്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഏതെങ്കിലും ഒരു പൗരന് ജീവഹാനി നേരിടുമ്പോൾ എത്തരത്തിലാണോ കേന്ദ്ര സർക്കാർ ഇടപെടുന്നത്, പെരുമാറുന്നത്, അതിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ രീതിയിൽ തന്നെ ആയിരിക്കും ഇതിൻ്റെ തിരിച്ചടി എന്നല്ലേ നമുക്കും അനുമാനിക്കാൻ കഴിയുന്നത്. തീർച്ചയായും തീക്ഷ്ണമായൊരു തിരിച്ചടി തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന കൃത്യമായ സന്ദേശം തന്നെയാണ് പ്രധാനമന്ത്രി നൽകിയത്. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ഭാരതത്തിൻ്റെ ഭീകരവിരുദ്ധ നിലപാടുകളോടുള്ള അംഗീകാരം അന്താരാഷ്ട്ര തലത്തിൽ നേടിയതിൻ്റെ വളരെ കൃത്യമായി അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തു. മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും നമ്മോടൊപ്പമുണ്ട് എന്നൊരു വാക്ക് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അത്തരമൊരു വാചകം തന്നെ വളരെ കൃത്യമായി ഉണ്ടായി. മാത്രമല്ല നമ്മോടൊപ്പം നിന്ന ലോകരാഷ്ട്രങ്ങൾക്ക് ഈ സംഭവം ഉണ്ടായപ്പോൾ, പഹൽഗാം ആക്രമണം ഉണ്ടായപ്പോൾ നമ്മോടൊപ്പം നിന്ന ലോകരാഷ്ട്രങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു
എന്നും കൂടി അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്. മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും നമ്മോടൊപ്പമുണ്ട് എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ നമ്മോടൊപ്പമുണ്ട് എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞതിനെ കൃത്യമായി നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ലോകം മുഴുവൻ നമ്മോടൊപ്പം നിൽക്കുമ്പോൾ, ഭീകരവിരുദ്ധ സഖ്യമായി നിൽക്കുമ്പോൾ ഭീകരതയ്ക്കെതിരെ മുന്നേറാനുള്ള ഒരു സാധ്യത തുറക്കണം എന്ന നിലപാട്, ഒരു ആഹ്വാനം തന്നെയാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകം ഭീകരതയ്ക്കെതിരെയുള്ള സഖ്യം രൂപീകരിക്കുന്നില്ല. നമുക്കറിയാവുന്നതാണ്, G20 സമ്മേളനമായാലും അതുപോലുള്ള ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന വേളകളിലെല്ലാം തന്നെ ഭീകരതയ്ക്കെതിരായ നിലപാട് വളരെ കൃത്യമായി പറയുകയും ഭീകരതയ്ക്കെതിരായ നിലപാട് പ്രധാന അജണ്ടയായി അല്ലെങ്കിൽ ടോപ്പ് അജണ്ടയായി അന്താരാഷ്ട്ര വേദികളിൽ അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഭാരതത്തിന് ഇത്രയും മികച്ച പിന്തുണ, അല്ലെങ്കിൽ ഈ ആക്രമണം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ലോക നേതാക്കളെല്ലാം തന്നെ വിഷയത്തിൽ ഇടപെടാനും ഭീകരവിരുദ്ധ നീക്കങ്ങൾക്ക് മികച്ച പിന്തുണ നൽകാനുള്ള കൃത്യമായൊരു നിലപാട് അറിയിക്കുകയും ചെയ്തത്. നമുക്കറിയാവുന്നതാണ്, ഇന്ന് അല്പസമയം മുമ്പാണ് പെൻറ്റഗൺ ഉദ്യോഗസ്ഥൻ്റെ നിലപാട് പുറത്തു വന്നത്. അമേരിക്ക ഉടൻ തന്നെ, വൈകാതെ തന്നെ പ്രഖ്യാപിക്കണം, പാകിസ്ഥാനെ ഒരു ഭീകര രാഷ്ട്രമായി പ്രഖ്യാപിക്കണം, ഭീകരനായി പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയെയും പ്രഖ്യാപിക്കണമെന്നൊരു ആവശ്യം തന്നെ പെൻറ്റഗണിൻ്റെ ഒരു മുൻ ഉദ്യോഗസ്ഥൻ പറയുന്നൊരു സാഹചര്യം പോലും ഉണ്ടായി. തീർച്ചയായും അത്തരത്തിലുള്ള ലോകം മുഴുവൻ കൃത്യമായി പ്രതികരിക്കുന്ന രീതിയിലുള്ള ഒരു നീക്കത്തിനെ ചുക്കാൻ പിടിക്കാൻ തന്നെയാണ് പ്രധാനമന്ത്രി മുന്നോട്ട് പോകുന്നത്. കൃത്യമായ പിന്തുണ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് നേടിയെടുക്കുകയും അതുപോലെ തന്നെ ഭീകരതയ്ക്കെതിരായ ശക്തമായൊരു പോരാട്ടം ആരംഭിക്കുകയും ചെയ്യുക എന്നത് വാക്കുകളിൽ വ്യക്തമാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പ്രസംഗത്തിൽ. ശരിയായി സുന. എന്തായാലും ഭീകരരുടെ നട്ടല്ലൊടിക്കുമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഭീകരർ മനസ്സിൽ കാണാത്ത ശിക്ഷ തന്നെയായിരിക്കും നൽകുക. ഭൂമിയുടെ ഏതു കോണിലാണെങ്കിലും ഭീകരർക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ വാക്കുകളിലേക്ക്. From the soil of Bihar, I say to the whole world, India will identify, track and punish every terrorist and their backers. We will pursue them to the ends of the earth. India's spirit will never be broken by terrorism. Terrorism will not go unpunished. Every effort will be made to ensure that justice is done. The entire nation is firm in this resolve. Everyone who believes in humanity is with us. I thank the people of various countries and their leaders who have stood with us in these times. ഭീകരർക്ക് ശക്തമായ മുന്നറിയിപ്പ് തന്നെ നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി. ഭാരതത്തിന്റെ ആത്മാവിനെ തകർക്കാൻ ഭീകരതയ്ക്കാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതുമാത്രമല്ല, ഭീകരർ ഭൂമിയുടെ ഏതു കോണിലാണെങ്കിലും അവർക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. BJPയുടെ വികസിത കേരളം കൺവെൻഷന് തലസ്ഥാനത്ത് തുടക്കമായി. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം സിറ്റി ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. BJP സംസ്ഥാന നേതാക്കൾ, ജില്ലയിലെ ചുമതലയുള്ള നേതാക്കൾ ഉൾപ്പെടെ വികസിത കേരളം കൺവെൻഷന്റെ ഭാഗമായി BJPയുടെ വിഷൻ സാധ്യമാക്കുകയാണ് കൺവെൻഷന്റെ ലക്ഷ്യമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. BJPയെ കേരളത്തിൽ അധികാരത്തിലെത്തിക്കുകയാണ് പ്രധാന അജണ്ട. എല്ലാവർക്കും വേണ്ടി വികസനം എന്നത് വെറും മുദ്രാവാക്യമല്ലെന്നും രാഷ്ട്ര ലക്ഷ്യമാണെന്നും ഇത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാധ്യമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നെഹ്റു കുടുംബത്തിൽ പിറക്കാതെ പോയതും മാപ്പിള കലാപത്തിനെതിരെ സംസാരിച്ചതുമാണ് ചേറ്റൂർ ശങ്കരൻ നായർ കോൺഗ്രസിന് അനഭിമതനാക്കിയതെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കോൺഗ്രസ് അർഹമായ ആദരവ് നൽകാതിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെ രാജ്യത്തിന് മുൻപിൽ അവതരിപ്പിക്കുകയാണ് BJP ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് മങ്കരയിൽ ചേറ്റൂരിന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ.
ശിഷ്യതേ. ഓം ശാന്തി. പാലക്കാട് മങ്കരിയിലെ ചേറ്റൂർ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് BJPയുടെ ചേറ്റൂർ അനുസ്മരണം ആരംഭിച്ചത്. തുടർന്ന് മങ്കര വെള്ള റോഡിൽ അനുസ്മരണ സമ്മേളനം ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. മാപ്പിള കലാപത്തിനെതിരെ സംസാരിച്ചു എന്നതും നെഹ്റു കുടുംബത്തിൽ പിറന്നില്ല എന്നതുമാണ് കോൺഗ്രസിനെ ചേറ്റൂർ ശങ്കരൻ നായർ അനഭിമിതനാവാൻ കാരണമെന്ന് PK കൃഷ്ണദാസ് പറഞ്ഞു. ചേറ്റൂർ ശങ്കരൻ നായരോട് മാത്രമല്ല കോൺഗ്രസ് അനാദരവ് കാണിച്ചിട്ടുള്ളത്. നമ്മുടെ അംബേദ്കറോട് ഇതേ അനാദരവാണ് കാണിച്ചത്. സർദാർ വല്ലഭായ് പട്ടേലിനോട് ഇതേ അനാദരവാണ് കാണിച്ചത്. ചേറ്റൂർ ശങ്കരൻ നായരോട് ആ അനാദരവ് തുടർന്നു. പിന്നെ കേളപ്പജിയോട്, KP കേശവമേനോനോട് ഇതേ അനാദരവ്. കാരണം ഇവരൊന്നും നെഹ്റു കുടുംബത്തിലല്ല ജനിച്ചത് എന്നുള്ളതാണ് ഈ അനാദരവിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം ഒരു കുടുംബത്തിൻ്റെ, നെഹ്റു കുടുംബത്തിൻ്റെ മാത്രം കുത്തകയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് പരിശ്രമിച്ചു. കോൺഗ്രസ് അനാദരിച്ചിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നത് തന്നെയാണ് BJP ഉദ്ദേശിക്കുന്നത്. പട്ടേല്, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയവരോടെല്ലാം കാണിച്ചിട്ടുള്ള അനാദരവ് തന്നെയാണ് കോൺഗ്രസ് ചേറ്റൂരിനോടും കാണിച്ചിട്ടുള്ളത്. BJPയെ കണ്ടെങ്കിലും ഇപ്പോൾ കോൺഗ്രസ് ചേറ്റൂരിനെ ഓർക്കുന്നതിൽ സന്തോഷമുണ്ട്. ഞങ്ങൾക്കിന്ന് സന്തോഷമുണ്ട്. ശ്രീമാൻ നരേന്ദ്രമോദിജിയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയും ഭാരതീയ ജനതാ പാർട്ടിയും ശ്രീ ചേറ്റൂർ ശങ്കരൻ നായരെ അനുസ്മരിച്ചപ്പോഴാണ് കോൺഗ്രസ്സുകാർക്ക് ഈ സ്മൃതി മണ്ഡപത്തിലേക്ക് ഒന്ന് കടന്നു വരാൻ സാധിച്ചത്. ഏതായാലും ഇന്ന് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇവിടെ വരുന്നുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. അത് ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. കോൺഗ്രസ് നേതാക്കന്മാരെ ദേശസ്നേഹത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങളുടെ ഈ പ്രവർത്തനം കൊണ്ട് സാധിച്ചു എന്നുള്ളതിലെ ചാരിതാർത്ഥ്യം ഞാൻ ആമുഖമായി തന്നെ പ്രകടിപ്പിക്കുകയാണ്. കാലങ്ങളായി കോൺഗ്രസ് രാജ്യവും കേരളവുമൊക്കെ ഭരിച്ചിട്ടും AICCയുടെ ആദ്യത്തെയും അവസാനത്തെയും മലയാളിയായ അധ്യക്ഷന് ഒരു സ്മാരകം ഇല്ല എന്നതും സ്മൃതി കുടീരത്തിലേക്ക് ഒരു വഴി പോലുമില്ലാതെ കാട് മൂടി കിടക്കുന്നു എന്നത് ലജ്ജാകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ ചേറ്റൂരിൻ്റെ കൊച്ചുമോൻ ചേറ്റൂർ കൃഷ്ണൻ നായർ മറ്റു കുടുംബാംഗങ്ങളായ ഗീത, ജാനകി എന്നിവരെ ആദരിച്ചു. BJP ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ N ഷൺമുഖൻ, മറ്റ് ജില്ലാ നേതാക്കളായ C മധു, ശ്രീകുമാരൻ മാസ്റ്റർ, K വേണു, ഉഷ ബാലചന്ദ്രൻ, KM ബിന്ദു, T ബേബി തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, പാലക്കാട്. ചേറ്റൂർ ശങ്കരൻ നായരെ കോൺഗ്രസ് എല്ലാ വർഷവും അനുസ്മരിക്കാറുണ്ടെന്ന് അവകാശപ്പെട്ട് K സുധാകരൻ. അതേക്കുറിച്ച് BJP പഠിപ്പിക്കേണ്ടെന്നും K സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു. ചേറ്റൂരിനെ കോൺഗ്രസ് വിസ്മരിച്ചത് രാജ്യമെങ്ങും ചർച്ചയായതിനിടെയാണ് K സുധാകരന്റെ മറുപടി. എല്ലാ DCCയിലും എല്ലാ വർഷവും നമ്മൾ അദ്ദേഹത്തെ ഓർമ്മിക്കാറുണ്ട്. BJP അല്ല, ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ മക്കളാണ്, ഈ നാടിൻ്റെ മക്കളാണ്. ഞങ്ങൾ ഭരിക്കാൻ അവർ പഠിപ്പിക്കേണ്ട. ഞങ്ങൾ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ ഇന്ത്യ ഭരിക്കുന്നവരാ. ഭരണരംഗത്ത് ഭരണപരിചയമുള്ള നേതാക്കന്മാരുടെ പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിനെ ഭരിക്കാനൊന്നും ആരും പഠിപ്പിക്കേണ്ട. മുഖ്യമന്ത്രിയുടെ മകൾ T വീണയ്ക്കെതിരെ SFIO കുറ്റപത്രത്തിൽ ഗുരുതര കണ്ടെത്തലുകൾ. കേസിൽ വീണ മുഖ്യകണ്ണിയെന്ന SFIO. 2.78 കോടി രൂപ വീണ തട്ടിയെടുത്തുവെന്നും SFIO പറയുന്നു. പ്രവർത്തിക്കാത്ത കൺസൾട്ടിംഗ് സ്ഥാപനത്തിനാണ് CMRൽ പണം നൽകിയത്. എക്സാലോജിക്കിന് പ്രതിമാസം ലഭിച്ച 3 ലക്ഷം രൂപയ്ക്ക് പുറമെ 5 ലക്ഷം രൂപ കൂടി വീണയ്ക്ക് നൽകി വന്നിരുന്നു. പ്രതിവർഷം 66 ലക്ഷം രൂപ ബാധ്യതയുണ്ടായ എക്സാലോജിക്കിന്റെ പ്രധാന വരുമാന സ്രോതസ് CMRലായിരുന്നു. IT ആൻഡ് മാർക്കറ്റിംഗ് കൺസൾട്ടന്റായാണ് വീണയെ നിയമിച്ചത്. IT സേവനങ്ങൾ ഒന്നും നൽകാതെ തന്നെ CMRൽ കൃത്യമായി പണം നൽകി വന്നു. തട്ടിപ്പിൽ വീണ പ്രധാന പങ്കുവഹിച്ചെന്നും SFIO കുറ്റപത്രത്തിലുണ്ട്. 2.78 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നും SFIO കണ്ടെത്തി. 2017-2019 കാലത്തായിരുന്നു CMRലുമായുള്ള ഇടപാടുകൾ. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി 7ലാണ് SFIO റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടികൾക്ക് താൽക്കാലിക വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. SFIO റിപ്പോർട്ടിലെ അനുബന്ധ രേഖകൾ കൂടി EDയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനം, കൊച്ചി. അമ്പലമുക്ക് വിനീത കൊലക്കേസ് പ്രതി രാജേന്ദ്രന് കൊലക്കയർ. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. വധശിക്ഷയ്ക്ക് പുറമെ 8 ലക്ഷം രൂപ പിഴയും. വിനീത കൊല്ലപ്പെട്ടത് 2022 ഫെബ്രുവരി 6-ന്. പ്രതി മുൻപും സമാനമായ കൊലപാതകം നടത്തിയിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശിയായ രാജേന്ദ്രൻ സീരിയൽ കില്ലർ എന്നും കോടതി.
പാലക്കാട് കളക്ട്രേറ്റിൽ വീണ്ടും ബോംബ് ഭീഷണി. പരിശോധന നടക്കുന്നു. അരുൺ ആലത്തൂർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, എപ്പോഴാണ് പാലക്കാട് കളക്ട്രേറ്റിന് ബോംബ് ഭീഷണി ഉണ്ടായത്? ഇന്ന് രാവിലെ ഒരു 7:25 പാലക്കാട് കളക്ട്രേറ്റിലേക്ക് ബോംബ് ഭീഷണി ഉണ്ടായിട്ടുള്ള ഒരു മെയിൽ എത്തിയത്. തുടർന്ന് രാവിലെ ഒരു 11 മണിയോടുകൂടെയാണ് ഇത് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഏതായാലും ഉദ്യോഗസ്ഥർ ഇപ്പോൾ പാലക്കാട് കളക്ട്രേറ്റിൽ ഇത് സംബന്ധിച്ച് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ ബോംബ് സ്ക്വാഡും ഒക്കെ ഇവിടെ എത്തിക്കൊണ്ടാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഉദ്യോഗസ്ഥരെ കളക്ട്രേറ്റിലെ ഉദ്യോഗസ്ഥരെ എല്ലാവരെയും പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ജീവനക്കാരും മറ്റൊക്കെ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കിക്കൊണ്ടാണ് ഈ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം കളക്ടറുടെ ചേംബറിൽ ഉൾപ്പെടെ മുകൾ നിലയിലാണ് കളക്ടറുടെ ചേംബർ ഉള്ളത്. അവിടെ ഉൾപ്പെടെയാണ് ആദ്യ പരിശോധന നടത്തിയത്. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറിലേറെ സമയമായി പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഓരോ ഇടത്തും, അതായത് ആദ്യം മുകൾ നിലകളിലൊക്കെ പരിശോധന ഉറപ്പിച്ചതിന് ശേഷം ഇപ്പോൾ താഴ് നിലയിലേക്ക് ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ഒക്കെ എത്തിയുള്ള പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പലതരത്തിൽ മനസ്സിലാവാത്ത തരത്തിൽ ഒരു ഇംഗ്ലീഷ് പദപ്രയോഗങ്ങളും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഭാഷയിലാണ് ഇത്തരത്തിൽ ഒരു മെയിൽ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസം മുൻപാണ് പാലക്കാട് തന്നെ RDO ഓഫീസിലേക്കും ബോംബ് ഭീഷണി എത്തിയിരുന്നു. അന്നും സമാന രീതിയിൽ പരിശോധനയും മറ്റുമൊക്കെ നടത്തിയിരുന്നു. അന്ന് ഉച്ചയ്ക്ക് ഒരു 1 മണിയോടുകൂടെ ബോംബ് ഇത്തരത്തിൽ ബ്ലാസ്റ്റ് ആവും എന്ന തരത്തിലായിരുന്നു ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള മെയിൽ എത്തിയിരുന്നത്. ഇത്തവണ 2 മണിക്ക് ഈ ബോംബ് സ്ഫോടനം നടക്കും എന്ന തരത്തിലാണ് കളക്ട്രേറ്റിലേക്ക് കളക്ടറുടെ ഔദ്യോഗിക മെയിലിലേക്ക് ഭീഷണി സന്ദേശം എത്തിയിരിക്കുന്നത് എന്നാണ്. ഏതായാലും ഇപ്പോൾ ഈ പരിശോധന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ബോംബ് സ്ക്വാഡിൻ്റെയൊക്കെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിലെ പ്രധാന ബിൽഡിങ്ങിൻ്റെ ഏറ്റവും താഴത്തെ നിലയിൽ ഉൾപ്പെടെ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ബോംബ് സ്ക്വാഡും അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെയാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയൊരു ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്ന സാഹചര്യം എന്നുള്ളത് തന്നെയാണ്. അതേസമയം തന്നെ ഉദ്യോഗസ്ഥരെയും മറ്റുമൊക്കെ ഇതിനോടകം തന്നെ ഈ കളക്ട്രേറ്റിൽ നിന്നും പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. ആയിട്ട് തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ പ്രധാന ബിൽഡിങ്ങിൻ്റെ കുറച്ച് പുറത്തേക്കായിട്ട് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. പാലക്കാട് കളക്ട്രേറ്റിൽ ബോംബ് ഭീഷണി പരിശോധന പുരോഗമിക്കുകയാണ്. തത്സമയ വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ. കൊല്ലം കളക്ട്രേറ്റിൽ ബോംബ് ഭീഷണി. 2 മണിക്ക് ബോംബ് പൊട്ടുമെന്നാണ് ഭീഷണി. ജില്ലാ കളക്ടറുടെ ഇമെയിലിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത്. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തുന്നു. ഇന്ന് രാവിലെയാണ് കൊല്ലം ജില്ലാ കളക്ടറുടെ ഇമെയിലിലേക്ക് ഒരു സന്ദേശം എത്തുന്നത്. അതായത് കൊല്ലം ജില്ലാ കളക്ട്രേറ്റിൽ ഒരു ബോംബ് വച്ചിട്ടുണ്ട്. ഇന്ന് 2 മണിയോടുകൂടി ആ ബോംബ് പൊട്ടുമെന്നായിരുന്നു സന്ദേശം. അതായത് തമിഴ്നാട്ടിൽ നിന്നുമാണ് ഈ സന്ദേശം എത്തിയതെന്നാണ് വിവരം. തമിഴ്നാട്ടിലെ ഒരു യൂട്യൂബറായിട്ടുള്ള സൗബു ശങ്കർ എന്ന വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സൗബു ശങ്കറിനെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു സന്ദേശം കളക്ടറുടെ മെയിൽ ഐ ഡിയിലേക്ക് വന്നത്. ഈ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിലേക്ക് വന്ന സന്ദേശം ലഭിച്ച ഉടൻ തന്നെ കളക്ടർ പോലീസിലേക്ക് വിവരം അറിയിക്കുകയായിരുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തി കളക്ടറേറ്റിൽ പരിശോധന തുടരുകയാണ്. മണിക്കൂറുകളായി തന്നെ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെ പരിശോധിച്ച് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇമെയിൽ സന്ദേശവും പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ കൊല്ലം കളക്ടറായിട്ടുള്ള N ദേവിദാസ് IAS മെയിലിലേക്കാണ് ഇത്തരത്തിലൊരു ബോംബ് ഭീഷണി എത്തിയിട്ടുള്ളത്. നേരത്തെയും ഈ ജില്ലാ കളക്ടറേറ്റിലേക്ക് ഇത്തരത്തിലുള്ള ബോംബ് ഭീഷണികൾ എത്തിയിരുന്നു. മണിക്കൂറുകളിലധികം പരിശോധന നടത്തിയിട്ട് പോലും മുൻപ് ഉണ്ടായിട്ടുള്ള ഈ ഒരു സന്ദേശങ്ങളിലൊക്കെ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോഴും സമാനമായി തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പ്രതികരിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ ഉണ്ടാവാറുണ്ട്, പക്ഷേ പരിശോധനയിലൊന്നും കണ്ടെത്തിയിട്ടില്ല. അത് തന്നെയാണ് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു ആവശ്യമാണ് ഈ മെയിൽ അയച്ച ആൾ ഉന്നയിക്കുന്നത്. ഈ യൂട്യൂബറെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അയാൾക്ക് നീതി വേണം, അയാളെ മോചിപ്പിച്ചില്ലെങ്കിൽ 2 മണിയോടുകൂടി ബോംബ് പൊട്ടുമെന്നുള്ള സന്ദേശമൊക്കെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും പോലീസും ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെ പരിശോധന തുടരുകയാണ്. ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ പരിശോധന വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥിരമായി തന്നെ കേരളത്തിൽ പലയിടത്തും ഇത്തരത്തിലുള്ള ബോംബ് ഭീഷണി സന്ദേശങ്ങൾ എത്താറുണ്ട്. ഇത്തരത്തിൽ ഔദ്യോഗിക പദവിയിലിരിക്കുന്നവരുടെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിലേക്കാണ് ഇത്തരത്തിലുള്ള സന്ദേശം വരുന്നത്. എന്തായാലും ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ ഉദ്യോഗസ്ഥരെ അറിയിച്ചു. പരിശോധന അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബിജു പരൂരിനൊപ്പം M മനോജ്, ജനം, കൊല്ലം.
പോക്സോ പരാതിയിൽ നടപടിയെടുക്കാതിരുന്ന വനിതാ SIക്ക് നോട്ടീസ്. പത്തനംതിട്ട വനിതാ സ്റ്റേഷനിലെ SHO KR ഷെമിമോൾക്കാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നോട്ടീസ് നൽകിയത്. SIയുടേത് ഗുരുതര വീഴ്ചയെന്നാണ് CWCയുടെ കണ്ടെത്തൽ. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, കൂടുതൽ വിവരങ്ങൾ. വയോധികൻ പീഡിപ്പിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് വനിതാ സ്റ്റേഷൻ SHO കേസെടുക്കാൻ വിസമ്മതിച്ചു എന്നുള്ളതാണ് CWCക്ക് ലഭിച്ചിരിക്കുന്ന പരാതി. പത്തനംതിട്ട വനിതാ സ്റ്റേഷൻ SI KR ഷെമിമോൾക്കെതിരെയാണ് ഇങ്ങനൊരു ആരോപണം ഉയർന്നിരിക്കുന്നത്. CWCക്ക് നൽകിയ പരാതിയിൽ പ്രതിയെ കോന്നി പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ കുട്ടി പഠിക്കുന്ന ട്യൂഷൻ ടീച്ചറുടെ 70 വയസ്സുകാരനായ പിതാവാണ് ഈ 7 വയസ്സുകാരിയെ പീഡിപ്പിച്ചതെന്നാണ് ഈ പരാതിയെ പറയുന്നത്. ഈ പരാതിയുമായിട്ടാണ് പിതാവ് പത്തനംതിട്ട വനിതാ പോലീസ് സ്റ്റേഷൻ SHO KR ഷെമിമോളെ കാണാൻ എത്തുന്നതും പരാതി നൽകുവാൻ വേണ്ടി എത്തുകയും ചെയ്തത്. പിന്നീട് ഈ വനിതാ SI ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തി തിരികെ മടക്കി അയച്ചു എന്നുള്ളതാണ് പിന്നീട് CWCക്ക് ഇവർ പരാതി നൽകിയത്. CWCക്ക് പരാതി നൽകിയതിനു ശേഷം CWC വഴി ഈ പ്രതിയായിട്ടുള്ള ആളെ കോന്നി പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് പരാതി SPക്ക് മുന്നിലെത്തി. ഇങ്ങനെയൊരു പരാതി വന്നിട്ടില്ല എന്നുള്ളതാണ് SI പിന്നീട് വനിതാ SI SPയെ അറിയിച്ചത്. വനിതാ സ്റ്റേഷനിൽ ഇത്തരത്തിലുള്ള ഒരു പരാതി എത്തിയിട്ടില്ല എന്നുള്ള രീതിയിലുള്ള മറുപടി ലഭിച്ചപ്പോൾ SP തലത്തിൽ പോലീസ് തലത്തിലുള്ള അന്വേഷണം വരികയും ഇതിന്റെ കാരണങ്ങൾ സഹിതം അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഘട്ടമുണ്ടായി. അതിനുശേഷം CWCക്ക് ഈ പരാതി എത്തിയപ്പോൾ CWC ഇക്കാര്യത്തിൽ ഇടപെടുകയും പിന്നീട് എന്തുകൊണ്ട് പരാതിയിൽ നടപടിയെടുത്തില്ല, കേസെടുത്തില്ല എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഷെമിമോൾക്ക് നോട്ടീസ് അയക്കുകയുമായിരുന്നു. രോഹിണി. ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സിനിമാ നടന്മാർ ഉൾപ്പെടെ 5 പേർക്ക് നോട്ടീസ് നൽകിയ എക്സൈസ്. നോട്ടീസ് നൽകിയവരിൽ 3 പേരുമായി തസ്ലീമ സുൽത്താനയ്ക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ താമസിച്ച കൊച്ചിയിലെ ഹോട്ടലിലും കഞ്ചാവ് സൂക്ഷിച്ച സുഹൃത്തിന്റെ ഫ്ളാറ്റിലും പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി. കൊല്ലം കൊട്ടാരക്കരയിൽ 20 ഗ്രാമിലധികം MDMA പിടികൂടിയ സംഭവത്തിൽ അന്വേഷണം തുടരുന്നു. കഴിഞ്ഞ ദിവസമാണ് DYFI നേതാവിനെ MDMAയുമായി കൊട്ടാരക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. രക്ഷപ്പെട്ട 3 പ്രതികൾക്കായി അന്വേഷണം വ്യാപിപ്പിച്ചു. കൊട്ടാരക്കര ചിരട്ടക്കുളം കോക്കാട് റോഡിലാണ് കാറിലെത്തിയ സംഘം MDMA കൈമാറിയത്. പോലീസ് എത്തിയതോടെ കാറിലുണ്ടായിരുന്ന 3 പേർ രക്ഷപ്പെട്ടു. MDMA വാങ്ങാനെത്തിയ DYFI മേഖലാ സെക്രട്ടറി മുഹ്ഫിനെ പോലീസ് പിടികൂടിയിരുന്നു. വിൽപ്പനയ്ക്കായാണ് പ്രതികൾ വൻതോതിൽ MDMA കൊണ്ടുവന്നത്. രക്ഷപ്പെടുന്നതിനിടെ 2 പൗച്ചുകളിലായി സൂക്ഷിച്ചിരുന്ന MDMA റോഡിൽ കളയുകയും ചെയ്തു. അറസ്റ്റിലായ DYFI നേതാവിൽ നിന്നും 20-ലധികം ഗ്രാം MDMA കണ്ടെടുത്തു. അറസ്റ്റ് നടപടികൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. കാറിലുണ്ടായിരുന്നത് തൗഫീഖ്, ഫയാസ്, മിൻഹാജ് എന്നിവരാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവർക്കായി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. MDMAയുടെ ഉറവിടവും പ്രതികളുടെ മറ്റു ബന്ധങ്ങളും പോലീസ് പരിശോധിച്ചു വരുന്നു. പ്രദേശത്ത് ഡാൻസ് ഓഫ് ടീമും പോലീസും ലഹരി പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ജനം, കൊല്ലം. കൊച്ചിയിൽ CBI ഓഫീസർ ചമഞ്ഞയാൾക്കെതിരെ വിശദമായ അന്വേഷണത്തിനൊരുങ്ങി പോലീസ്. CBI ഓഫീസർ എന്ന വ്യാജേന കൂടുതൽ തട്ടിപ്പുകൾ നടത്തിയോ എന്നാണ് പരിശോധിക്കുന്നത്. വ്യാജ തിരിച്ചറിയൽ രേഖകളിൽ CBI ഓഫീസർ ചമഞ്ഞയാളെ പനങ്ങാട് പോലീസ് തിങ്കളാഴ്ചയാണ് അറസ്റ്റ് ചെയ്തത്. എറണാകുളം നെട്ടൂർ സ്വദേശി അബ്ദുൾ സലാമായിരുന്നു പിടിയിലായത്. റഷീദ് സലാം എന്ന പേരിലാണ് വ്യാജ ID കാർഡ് നിർമ്മിച്ചിരുന്നത്. CBI കൊച്ചി യൂണിറ്റിൽ DYSP എന്ന വ്യാജേനയാണ് ആളുകളെ പരിചയപ്പെടുകയും ചെയ്തത്. സാമ്പത്തിക തട്ടിപ്പുകൾക്കും CBI ഉദ്യോഗസ്ഥനെന്ന തിരിച്ചറിയൽ രേഖകൾ ദുരുപയോഗിച്ചിട്ടുണ്ടോ എന്നാണ് സംശയം. പനങ്ങാട് പോലീസ് ഇൻസ്പെക്ടർ സാജു ആന്റണിയുടെ നേതൃത്വത്തിൽ നെട്ടൂർ INTUCക്ക് സമീപം പെട്രോളിംഗ് നടത്തുമ്പോഴായിരുന്നു പോലീസ് CBI സ്റ്റിക്കറുകൾ ഒട്ടിച്ച കാർ സംശയകരമായി കണ്ടെത്തിയത്. കാർ പിന്തുടർന്ന പോലീസിന് അസറ്റ് ക്യാൻവാസിൽ താമസിക്കുന്ന അബ്ദുൾ സലാമിന്റേതാണ് വാഹനമെന്ന് വ്യക്തമായി. തുടർന്ന് പരിശോധനയ്ക്കെത്തിയ പോലീസ് സംഘം ID കാർഡ് കാണിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും നൽകിയിരുന്നില്ല. റിട്ടയർഡ് DYSP ആണെന്നായിരുന്നു മറുപടി. ഫ്ളാറ്റിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ വ്യാജ ID കാർഡും കണ്ടെത്തിയിരുന്നു. കൊച്ചി CBI ഓഫീസിൽ ഈ പേരിൽ ഉദ്യോഗസ്ഥരാരും ഉണ്ടായിരുന്നില്ല. ഇതോടെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. മറ്റ് പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ഇയാൾ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വിവരങ്ങൾ ചോർത്താൻ പ്രതി ശ്രമിച്ചിരുന്നോ എന്നും സംശയിക്കുന്നുണ്ട്. ജനം, കൊച്ചി. ലോട്ടറി ക്ഷേമനിധി ബോർഡിലെ തട്ടിപ്പിൽ കണ്ണടച്ചിരുട്ടാക്കി സർക്കാർ.
ഭരണപക്ഷ സംഘടനയുടെ സമ്മർദ്ദമെന്നാണ് ഇതിന് പിന്നിൽ എന്ന് സൂചന. ക്ലർക്ക് സംഗീതിനൊപ്പം മറ്റ് 6 ഉദ്യോഗസ്ഥർക്കും തട്ടിപ്പിൽ പങ്കുണ്ടെന്നാണ് ആഭ്യന്തര അന്വേഷണത്തിലെ കണ്ടെത്തൽ. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ഈ ലോട്ടറി ക്ഷേമനിധി ബോർഡിലെ തട്ടിപ്പ് ലക്ഷങ്ങളാണ്, 68 ലക്ഷത്തിന് മുകളിലാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത്. പക്ഷേ തുടർ നടപടികളൊക്കെ ഇപ്പോഴും ഇങ്ങനെ മന്ദഗതിയിൽ തന്നെ നീങ്ങുകയാണ് എന്ന് മാത്രമല്ല സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു അലംഭാവം ഇതിൽ വ്യക്തമാകുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം അത്? ഈ ലക്ഷങ്ങളിൽ നിന്ന് കോടികളിലേക്ക് ഈ തട്ടിപ്പ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് KS ഉദ്യോഗസ്ഥനും ജില്ലാ ലോട്ടറി ഓഫീസറുമായിട്ടുള്ള വൈ മുഹമ്മദ് റിജാം KS സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ക്ലർക്കായിട്ടുള്ള K സംഗീതിനൊപ്പം തന്നെ ലോട്ടറി വകുപ്പിലെ മറ്റ് 6 ഉദ്യോഗസ്ഥർ കൂടി അന്നത്തെ ജൂനിയർ സൂപ്രണ്ട്, സ്റ്റേറ്റ് വെൽഫെയർ ഓഫീസർ തുടങ്ങി 6 ഉദ്യോഗസ്ഥർക്കെതിരെ കണ്ടെത്തലുകളുമായിട്ടാണ് ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഈ അന്വേഷണ റിപ്പോർട്ടിൽ സമർപ്പിച്ചിട്ടും കാര്യമായൊരു നടപടിയിലേക്ക് ഈ വകുപ്പ് തലവനൊന്നും ഇതുവരെ പോയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന് കാരണമായി പറയുന്നത് ഈ സംഗീതടക്കം പ്രധാനപ്പെട്ട എല്ലാ ഈ ആരോപണം നേരിടുന്ന പ്രധാനപ്പെട്ട 7 ഉദ്യോഗസ്ഥരും ഈ പറയുന്ന രീതിയിൽ ഭരണപക്ഷ സംഘടനയുമായി ബന്ധമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ നടപടിയെടുക്കരുത് എന്ന രീതിയിൽ ഒരു സമ്മർദ്ദം ആദ്യം മുതൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഉയരുന്ന വിമർശനം. ഈ ക്ഷേമനിധി ബോർഡ് അടക്കമുള്ളവർ ഭരിക്കുന്നതും CPM-ന്റെ ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ഈ ഭരണപക്ഷ സംഘടനയുടെ സമ്മർദ്ദം മൂലം വകുപ്പ് തന്നെ സ്വീകരിക്കുന്ന നിലപാട് എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് ക്ഷേമനിധി ബോർഡിന്റെ ഒരു യോഗം ചേരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് നേരത്തെ ഈ സംഗീതിന്റെ തട്ടിപ്പ് ആദ്യം വ്യക്തമായ സമയത്ത് തന്നെ ഒരു പോലീസ് പരാതി നൽകിയെങ്കിലും അതിലൊന്നും കാര്യക്ഷമമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. എന്തായാലും ഈ തട്ടിപ്പ് അത് ആദ്യഘട്ടത്തിൽ 68 ലക്ഷമായിരുന്നു, പിന്നീട് അത് 78 ലക്ഷത്തിലേക്ക് പോയിരുന്നു. പിന്നീട് അത് 1.5 കോടിയോളം രൂപ തട്ടിയെടുത്തു എന്നായി. ഇപ്പോൾ ഏതാണ്ട് 4 കോടിക്കടുത്ത് വരെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ടെത്തലുകളായി ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒരു ക്ലർക്ക് തട്ടിപ്പ് നടത്തുന്നതിനപ്പുറത്തേക്ക് അന്ന് ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ ഉണ്ടായിരുന്ന ഉന്നത ഉദ്യോഗസ്ഥർ വരെ ഈ തട്ടിപ്പിന്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ്. അവരിൽ ഒരാൾ മാത്രം വിരമിച്ചു, ബാക്കി എല്ലാ ഉദ്യോഗസ്ഥരും ഇപ്പോഴും സർവീസിൽ തുടരുന്നവരാണ്. അപ്പോൾ ഇവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള വകുപ്പുതല നടപടികളടക്കം ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ഇതിൽ പുറത്തു വന്നിരിക്കുന്നത് ഈ തട്ടിപ്പിന്റെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഇതൊരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത്. നടന്നിട്ടുള്ളത് കാലാകാലങ്ങളിലായി നടന്നിട്ടുള്ള വലിയ തട്ടിപ്പാണ്. അത് ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ ഇരിക്കുമ്പോഴും അതിനുശേഷവും ഈ ഉദ്യോഗസ്ഥർ ഇങ്ങനെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന പരിശോധനകളിലും അന്വേഷണത്തിലും ഒക്കെ കണ്ടെത്തിയിട്ടുള്ളത്. ഈ വിജിലൻസ് പരിശോധനയും കൃത്യമായി മുന്നോട്ട് പോകുന്നു. പ്രാഥമിക പരിശോധനയ്ക്ക് അപ്പുറത്തേക്ക് കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ്. എന്തായാലും ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഈ റിപ്പോർട്ടിൽ ഈ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദീകരണം ചോദിക്കണമെന്നും നടപടി സ്വീകരിക്കണമെന്നും നഷ്ടമായ തുക ഇവരിൽ നിന്ന് പിടിച്ചെടുക്കണമെന്നും ഒക്കെയുള്ള നിർദ്ദേശങ്ങളുണ്ട്. ഈ നിർദ്ദേശത്തിൽ ലോട്ടറി വകുപ്പ് ഡയറക്ടർ അടക്കം എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. അതോടൊപ്പം തന്നെ വിജിലൻസ് അന്വേഷണം വരുമ്പോൾ അതിൻ്റെതായ പൂർണ്ണമായ കണ്ടെത്തലുകളിലേക്ക് വരുമ്പോൾ ഈ തട്ടിപ്പ് ഇനിയും കോടാനുകോടികളിലേക്ക് കടക്കുമോ എന്നുള്ളൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. രോഹിണി. ശരി, പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന പദ്ധതിയിൽ 7.16 കോടി രൂപ ചിലവാക്കിയുള്ള ഊരാളുങ്കൽ സൊസൈറ്റിയുടെ റോഡ് നിർമ്മാണത്തിൽ അപാകതയെന്ന് പരാതി. പാലക്കാട് കടമ്പഴിപ്പുറം വായില്യംകുന്ന് മണ്ടഴി റോഡ് നിർമ്മാണത്തിലാണ് അപാകതയുണ്ടെന്ന പരാതിയുമായി BJP രംഗത്തെത്തിയിരിക്കുന്നത്. കടമ്പഴിപ്പുറം വായില്യംകുന്ന് മണ്ടഴി റോഡിൽ 6.5 കിലോമീറ്റർ ദൂരമാണ് പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന പദ്ധതിയിൽ 7.16 കോടി രൂപ ചിലവാക്കി നിർമ്മിക്കുന്നത്. എന്നാൽ പണി പൂർത്തീകരണത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് വേനൽ മഴയിൽ മണ്ടഴി ഇല്ലിപ്പുറം തോടിൽ പാടത്തിന് കുറുകെയുള്ള പാലം റോഡിന്റെ പാർശ്വഭിത്തി ഇടിഞ്ഞത്. ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. നിർമ്മാണത്തിൽ വലിയ രീതിയിലുള്ള അപാകത ഉള്ളതിനാലാണ് ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ പാർശ്വഭിത്തി ഇടിഞ്ഞതെന്ന് BJP ആരോപിച്ചു. തോടാണ് ഈ താഴെയുള്ളത്. ആ തോട്ടിലേക്ക് ഇറങ്ങാനുള്ള ഒരു വഴി പോലും ഇതിൻ്റെ ഭാഗമായിട്ട് ഇട്ടിട്ടില്ല. അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു 3 കല്ല് ഇങ്ങനെ വെക്കാന്നല്ലാതെ ഇത്രയും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് നടത്തുന്ന ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ട് വേണ്ട രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്യാൻ തയ്യാറാവാതെയാണ് അവർ മുന്നോട്ട് പോകുന്നത്.
ഊരാളങ്കൻ സൊസൈറ്റിയാണ് ഈ നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ളത്. പിണറായി വിജയൻ സർക്കാർ അല്ലെങ്കിൽ കേരളത്തിലെ ഇപ്പോഴത്തെ സർക്കാർ വന്നതിന് ശേഷം എല്ലാ പദ്ധതികളും കൂടുതൽ എടുക്കുന്നത് ഊരാളങ്കൻ സൊസൈറ്റിയാണ്. അവർ നടത്തുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനത്തിലും വ്യാപകമായിട്ടുള്ള ക്രമക്കേടും അഴിമതിയും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അവർ നടത്തുന്ന റോഡുകൾ പൊളിഞ്ഞിട്ടുള്ളതും പാലങ്ങൾ പൊളിഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതിനു മുമ്പും ധാരാളം ഉണ്ടായിട്ടുണ്ട്. 15 മിനിറ്റോളം മാത്രം പെയ്ത മഴയിൽ ഇതാണ് റോഡിന്റെ അവസ്ഥയെങ്കിൽ മഴക്കാലം എത്തിയാൽ സ്ഥിതി എന്തായിരിക്കുമെന്നും നേതാക്കൾ ചോദിച്ചു. പ്രധാനമായിട്ട് ഇത് 10 അടി ഉയരത്തോളം വരുന്ന സമയത്ത് ഇതിൻ്റെ സൈഡ് ഒരു സ്ലോപ്പ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ സൈഡ് കെട്ടാൻ. അങ്ങനെ സ്ലോപ്പ് ചെയ്യാതെ പല ഭാഗത്തും ബൾജ് ചെയ്തിട്ടാണ് ഇതിൻ്റെ പടവ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ നാട്ടുമ്പുറമാണ്, ധാരാളം ആളുകൾ കുളിക്കാൻ ഈ തോട് ഉപയോഗിക്കുന്നതാണ്. അതിലേക്ക് ഇറങ്ങാനുള്ള ഒരു വഴി വേണ്ട രീതിയിൽ വെച്ചിട്ടില്ല. കെട്ടിയ വഴി തന്നെ ആകെ ഒരാൾക്ക് കഷ്ടി ഇറങ്ങാവുന്ന വഴി, അവിടെ നിന്ന് കുളിക്കാനോ തിരുമ്പാനോ പറ്റാത്ത ഒരവസ്ഥയുള്ള ഒരു സാഹചര്യം കൂടി അവിടെയുണ്ട്. 10 അടി ഉയരത്തിലാണ് പാർശ്വഭിത്തി നിർമ്മിച്ചിട്ടുള്ളത്. സൈഡ് സ്ലോപ്പ് ചെയ്ത് നിർമ്മിക്കേണ്ട ഭിത്തി സ്ലോപ്പ് ചെയ്യാതെയാണ് നിർമ്മിച്ചതെന്നും നിർമ്മാണം കൃത്യതയോടെ പൂർത്തിയാക്കിയില്ലെങ്കിൽ BJP സമരവുമായി മുന്നിട്ടിറങ്ങുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ജനം, പാലക്കാട്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം. നമസ്തേ.